ഹേ പ്രഗ്നന്റ് മോംസ്, ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾക്കിടക്ക് വല്ലാത്ത സങ്കടം ഫീൽ ചെയ്യാറുണ്ടോ? ചില സമയത്ത് വല്ലാത്ത ഭയം, മറ്റു ചിലപ്പോ ഭയങ്കര ദേഷ്യം, ആരോടാണെന്ന് അറിയാത്തൊരു ദേഷ്യം, എന്തിനാണെന്ന് അറിയാത്തൊരു ദേഷ്യം, സങ്കടം. ഇത്തരം ഫീലിങ്സിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബി ഗ്രേറ്റ്ഫുൾ. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് ഗർഭിണികളായ സ്ത്രീകൾ തന്നെ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലായി മനസ്സ് മരവിച്ച് ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ, ചില സമയത്ത് ഫീലിങ്സിനെ മനസ്സിലാക്കാൻ പറ്റാതെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടിൽ നിന്നുള്ള എന്തെങ്കിലും ആഘാതം കാരണം, മാനസികമായി ഏറ്റിട്ടുള്ള ആഘാതം കാരണം അവർക്ക് അവരുടെ ഫീലിങ്സ് മരവിച്ചൊരവസ്ഥ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ഇമോഷൻസിന്റെ റോളർ കോസ്റ്റർ റൈഡ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ബി ഗ്രേറ്റ്ഫുൾ. യു ആർ എലൈവ്. നിങ്ങളുടെ മനസ്സ് മരവിച്ചിട്ടില്ല, നിങ്ങളുടെ മനസ്സിന് ജീവനുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്പർ 1, ഒരല്പസമയം നിങ്ങളുടെ ഇമോഷനെ മനസ്സിലാക്കാൻ വേണ്ടി ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോ സങ്കടം ഫീൽ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് വല്ലാത്ത ഭയം ഫീൽ ചെയ്യുന്നത്? വൈ ആം സോ ആംഗ്രി? ഇത്തരത്തില് നിങ്ങളുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വൈ ഇറ്റ് കംസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരല്പസമയം ചൂസ് ചെയ്യാം. നമ്പർ 2, മേക്ക് എ ജേർണൽ. മേക്ക് എ ജേർണൽ ആൻഡ് റൈറ്റ് ഡൗൺ അബൌട്ട് യുവർ ഫീലിങ്സ്. ഈ ഫീലിങ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയെടുക്കുക. ആൻഡ് നമ്പർ 3, ക്ലോസ് യുവർ ഐസ്, ബ്രീത്ത് ആൻഡ് സേ I accept and admit my feelings. I embrace my feelings and I let go of all the unwanted emotions that no longer serves me. ഈ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് നിങ്ങൾ റെഡി ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കൂ. ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യാം. താങ്ക് യു സോ മച്ച്.